പുതിയ UDF മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ ധനവകുപ്പും കൈകാര്യം ചെയ്യുമെന്ന സൂചന. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം ലഭിക്കുമ്പോൾ കെ മുരളീധരൻ, ചാണ്ടി ഉമ്മൻ, ബിന്ദു കൃഷ്ണ എന്നിവരുൾപ്പെടെ 8 കോൺഗ്രസ് നേതാക്കളുടെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. താൻ എന്നും യഥാർത്ഥ കോൺഗ്രസുകാരനെന്ന് രമേശ് ചെന്നിത്തല. എന്നും പാർട്ടി പറയുന്നത് കേൾക്കുന്നയാളാണ് താനെന്നും രമേശ് ചെന്നിത്തല. കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഇന്ന് ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യത. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പുതിയ UDF മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ ധനവകുപ്പ് കൈകാര്യം ചെയ്യുമെന്ന് സൂചന. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം ലഭിക്കുമ്പോൾ കെ മുരളീധരൻ, ചാണ്ടി ഉമ്മൻ, ബിന്ദു കൃഷ്ണ എന്നിവരുൾപ്പെടെ 8 കോൺഗ്രസ് നേതാക്കളുടെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. മുഖ്യമന്ത്രിയടക്കം 21 അംഗ മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. വി ഡി സതീശൻ മന്ത്രിസഭയിലെ കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായി. സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, M ലിജു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ചാണ്ടി ഉമ്മൻ എന്നിവർ മന്ത്രിമാരാകും. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ ആഭ്യന്തര വകുപ്പ് നൽകാൻ ധാരണയായിട്ടുണ്ട്. UDF മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ ധനവകുപ്പും കൈകാര്യം ചെയ്യുമെന്ന് വിവരം. ആഭ്യന്തരമന്ത്രി മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകാൻ ധാരണയായതോടെ ഏറ്റവും സുപ്രധാനമായ ധനവകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിർവഹിച്ചേക്കുമെന്നാണ് വിവരങ്ങൾ. അതേസമയം സതീശൻ മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം ഉറപ്പിച്ച 8 കോൺഗ്രസ് നേതാക്കളുടെ പട്ടിക പുറത്തുവന്നു. സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, M ലിജു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ചാണ്ടി ഉമ്മൻ എന്നിവർ മന്ത്രിമാരാകും. ഇനിയും കുറച്ചു പേരുകൾ കൂടി വരാനുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ നൽകിയേക്കുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. വട്ടിയൂർക്കാവിൽ മികച്ച വിജയമാണ് കെ മുരളീധരൻ നേടിയത്. പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്നാകും കെ മുരളീധരൻ ലഭിക്കുക. ബിന്ദു കൃഷ്ണ വനിതാ പ്രതിനിധിയായി മന്ത്രിസഭയിലെത്തും. വളരെ സീനിയർ നേതാവായ തിരുവഞ്ചൂരിന് മന്ത്രി അല്ലെങ്കിൽ സ്പീക്കർ സ്ഥാനമായിരിക്കും ലഭിക്കുക. എന്നാൽ സ്പീക്കർ സ്ഥാനത്തേക്ക് ഇല്ലെന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പുതുപ്പള്ളിയിൽ വേറിട്ട പ്രചാരണ പരിപാടികളോടെ വമ്പൻ വിജയമാണ് ചാണ്ടി ഉമ്മൻ നേടിയത്. മന്ത്രിസ്ഥാനം ഉറപ്പിച്ച നേതാക്കളുടെ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയടക്കം 21 അംഗ ക്യാബിനറ്റാണ് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കേണ്ടത്. കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രിയടക്കം 11 പേർ മന്ത്രിസഭയിൽ എത്തുമെന്നുറപ്പായി. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. താൻ എന്നും യഥാർത്ഥ കോൺഗ്രസുകാരനെന്ന് രമേശ് ചെന്നിത്തല. എന്നും പാർട്ടി പറയുന്നത് കേൾക്കുന്നയാളാണ് താനെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വി ഡി സതീശൻ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായേക്കുമെന്ന സൂചനകൾക്കിടയിലാണ് ശ്രദ്ധേയമായ പ്രതികരണം. ഞാൻ എന്നും ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയല്ലേ. അപ്പൊ എന്നും കോൺഗ്രസിനോടൊപ്പം അല്ലെ, കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്ന ഒരാളാണ്. ഐ എം ആൾവേസ് എ ട്രൂ കോൺഗ്രസ് മാൻ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഇന്ന് ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. കാലവർഷം ആദ്യം സ്റ്റോപ്പായ ആൻഡമാൻ നിക്കോബാർ, തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ലക്ഷദ്വീപിലും യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്ററിൽ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഇന്ന് ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലും 18-ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും മിന്നലിനും സാധ്യതയുണ്ട്. കാലവർഷം ആദ്യ സ്റ്റോപ്പായ ആൻഡമാൻ നിക്കോബാർ, തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ മാസം 26-ന് കാലവർഷം കേരള തീരത്ത് എത്തിയേക്കുമെന്നാണ് നിഗമനം. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ.
വെള്ളാങ്കല്ലൂർ മർച്ചന്റ് അസോസിയേഷൻ അടുത്ത 2 വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ടി.എ. ബഷീറിനെയും സെക്രട്ടറിയായി MK ഈനാശുവിനെയുമാണ് തെരഞ്ഞെടുത്തത്. കൂടാതെ 18 അംഗ ഭരണസമിതിയും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മതിലകം കൂളിമുട്ടത്ത് കനത്ത കാറ്റിൽ വീടിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണു. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൂളിമുട്ടം നാണൻ മെമ്മോറിയൽ വായനശാലയ്ക്ക് അടുത്ത് മുണ്ടങ്ങാട്ടിൽ പത്മാക്ഷിയുടെ വീടിന് മുകളിലാണ് തെങ്ങ് കടപുഴകി വീണത്. വീടിന്റെ അടുക്കള ഭാഗം മുതൽ മധ്യഭാഗം വരെ ഭാഗികമായി തകർന്നിട്ടുണ്ട്. അപകട സമയത്ത് പത്മയാക്ഷി വീടിനകത്ത് ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിലാണ് അപകടമുണ്ടായത്. പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ, വാർഡ് മെമ്പർ KC ഗിരീഷ് തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. ആളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ വെള്ളാഞ്ചിറ ബ്രാഞ്ചിൽ സ്വർണ്ണ പണയ വായ്പ തട്ടിപ്പിൽ പ്രതിഷേധ സമരവുമായി കോൺഗ്രസ്. തട്ടിപ്പ് നടത്തിയ ബാങ്ക് ജീവനക്കാരനെ ബാങ്കിൽ നിന്ന് പുറത്താക്കി സമഗ്ര അന്വേഷണം നടത്തണമെന്നും പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആളൂരിലെ ബാങ്ക് ഹെഡ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ആളൂർ സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ബാങ്കിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ പ്രതിഷേധ ധർണ മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു എടത്താടൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ബാബു തോമസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് റോസലി ഫ്രാൻസിസ്, വൈസ് പ്രസിഡന്റ് PC ഷൺമുഖൻ, നേതാക്കളായ KK പോളി, സുബിൻ K സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് പോളി അമ്പൂക്കൻ, ഡേവിസ് കണ്ണൻകുന്നി തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂരിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തുടക്കം കുറിക്കുമെന്ന് നിയുക്ത കൊടുങ്ങല്ലൂർ MLA OJ ജനീഷ്. നന്ദി പ്രകാശന റാലിയിൽ മേത്തല കടുക്കച്ചുവട് ഗ്രാമീണ വായനശാലയ്ക്ക് സമീപം സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ബൂത്ത് കമ്മിറ്റി നടത്തിയ സൗജന്യ ബിരിയാണി വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നിയുക്ത MLA. ഈ തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടങ്ങളിലും ഇവിടെ ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും കടന്നു വന്ന സമയത്ത് എല്ലായിടങ്ങളിലും ജനങ്ങൾ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കുടിവെള്ള പ്രശ്നമാണ്. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് ജനങ്ങൾ കുടിവെള്ളത്തിന്റെ പേരിൽ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു കാലം കൂടിയാണ്. 10 വർഷക്കാലത്ത് പോരായ്മയാണ്. ഒരു മാസം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ തീർക്കാവുന്ന കാര്യമല്ല. പക്ഷേ എങ്കിൽ കൂടി ഏറ്റവും വേഗം തന്നെ ആ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഉടനെ തന്നെ തുടക്കം കുറിക്കുമെന്നുള്ള കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ റോഡുകളുടെ പ്രശ്നങ്ങളായാലും എല്ലായിടങ്ങളിലും ജനങ്ങൾ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് റോഡുകളുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ വേഗതയിൽ ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടുന്ന ഒരു ഇടപെടൽ എന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഈ നാട്ടിലെ ജനതയ്ക്ക് ഞാൻ ഉറപ്പു നൽകുകയാണ്. കൗൺസിലർമാരായ VM ജോണി, പ്രിൻസി മാർട്ടിൻ, ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു, മണ്ഡലം പ്രസിഡന്റ് സേവിയർ പങ്കത്ത്, കമറുദ്ദീൻ, സനൽ സത്യൻ, ദാമുമാഷ്, ജയചന്ദ്രൻ, സുനി അഷ്ടപതി, സാദിഖ്, സലീം ചെമ്മനാട്ട്, സന ഫാത്തിമ, ജയൻ, വിനു, രഘു എന്നിവർ നേതൃത്വം നൽകി. കാടുകുറ്റി കുടുംബാരോഗ്യ കേന്ദ്രം ലോക ഡെങ്കു ദിനാചരണം നടത്തി. കുലയിടം ബേക്കറി ജംഗ്ഷനിൽ വെച്ച് നടന്ന ദിനാചരണം ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിജി അനിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ബിനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ ബാബു നമ്പാടൻ, ജിറ്റി ജിഷോ എന്നിവർ സംസാരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KM മഞ്ജേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രേഖ B മേനോൻ ഡെങ്കു ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. CDS മെമ്പർ ജിനി, MLCP മെബിൻസ് ജോർജ്, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, അംഗൻവാടി പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. ചന്തപ്പുര ഉഴവത്തേടവ് റോഡിന്റെയും നഗരസഭയുടെ ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ഉപയോഗിച്ച് പൂർത്തിയാക്കിയ കാനയുടെയും ഉദ്ഘാടനം നടന്നു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സുബിത നിസാഫ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ശ്രീദേവി തിലകൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK രാധാകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസോജ ഹരിദാസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM രതീഷ്, പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ഹാഷിഖ്, മുൻ ചെയർമാൻ KR ജൈത്രൻ, CDS മെമ്പർ ഷൈനി രമേഷ്, മുൻ ചെയർപേഴ്സൺ TK ഗീത, കൗൺസിലർമാരായ PN രാമദാസ്, PV വിജിൽ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന വായനക്കളരിയുടെ ഭാഗമായി കണ്ണമ്പള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയിൽ കളരിപ്പയറ്റ് പ്രദർശനം സംഘടിപ്പിച്ചു. മഹാത്മാ കലാക്ഷേത്ര കളരി സംഘത്തിന്റെ സഹകരണത്തോടെ കളരി ആചാര്യൻ ഗുരു ഓമൽ ശങ്കറിന്റെ ശിഷ്യകളായ കീർത്തന, വൈഷ്ണവി എന്നിവർ കളരിപ്പയറ്റ് പ്രദർശനത്തിന് നേതൃത്വം നൽകി. ഇവരുടെ കീഴിൽ കളരി അഭ്യസിക്കുന്ന 30ഓളം കുട്ടികളും അണിനിരന്നു.
ലൈബ്രറി പഞ്ചായത്ത് നേതൃത്വ സമിതി കൺവീനർ പി.എ. ഷമീർ, താലൂക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ടി.എൻ. അജയ്കുമാർ, എം.എം. പ്രതാപൻ, സി.എ. ജമാൽ, പി.എസ്. പ്രജോദ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതിയ UDF മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ ധനവകുപ്പും കൈകാര്യം ചെയ്യുമെന്ന സൂചന. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം ലഭിക്കുമ്പോൾ കെ മുരളീധരൻ, ചാണ്ടി ഉമ്മൻ, ബിന്ദു കൃഷ്ണ എന്നിവരുൾപ്പെടെ 8 കോൺഗ്രസ് നേതാക്കളുടെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. താനെന്നും യഥാർത്ഥ കോൺഗ്രസുകാരനെന്ന് രമേശ് ചെന്നിത്തല. എന്നും പാർട്ടി പറയുന്നത് കേൾക്കുന്നയാളാണ് താനെന്നും രമേശ് ചെന്നിത്തല. കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഇന്ന് ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യത. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.